നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. തദ്ദേശ കരട് വോട്ടർ പട്ടിക 7 വരെ പേര് ചേർക്കാം. പേര് ചേർക്കാനും തിരുത്തുകൾ വരുത്താനും ഓൺലൈൻ അപേക്ഷ ഇങ്ങനെ. തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 1200 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതോടെ ഓഗസ്റ്റ് 7 വരെ പട്ടികയിൽ പേര് ചേർക്കുവാനും തിരുത്തൽ വരുത്തുവാനും അവസരമുണ്ട്. നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തതിനാൽ തദ്ദേശ വോട്ടർ പട്ടികയിലും പേര് ഉണ്ടാകുമെന്ന് കരുതരുത്. രണ്ടിനും വെവ്വേറെ വോട്ടർ പട്ടികയാണ്. വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിലും പട്ടിക പരിശോധിക്കാം. പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ അറിയാം? വെബ്സൈറ്റിൽ വോട്ടർമാർക്കുള്ള സേവനങ്ങൾ വോട്ടേഴ്സ് സർവീസസ് എന്ന ഭാഗത്ത് സെർച്ച് വോട്ടറിൽ എന്ന് തിരഞ്ഞാൽ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാം. ജില്ലാ തദ്ദേശ സ്ഥാപനം വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ എപ്പിക് കാർഡിലെ നമ്പർ അല്ലെങ്കിൽ പേരുപയോഗിച്ചും തിരയാവുന്നതാണ്. സിറ്റിസൺ രജിസ്ട്രേഷൻ. പട്ടികയിൽ പേര് ചേർക്കുവാനും തിരുത്തുവാനും സ്ഥാനമാറ്റങ്ങൾ വരുത്തുവാനും സിറ്റിസൺ രജിസ്ട്രേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് OTP ലഭിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യാം. ഒരു ഫോൺ നമ്പറിൽ നിന്നും പരമാവധി 10 പേർക്ക് ഇത്തരം സേവനങ്ങൾ നടത്താവുന്നതാണ്. പോളിംഗ് സ്റ്റേഷനിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ലൊക്കേറ്റ് പോളിംഗ് സ്റ്റേഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് ബൂത്തിലാണ് കുടുംബാംഗങ്ങളോ അയൽക്കാരോ ഉൾപ്പെടുന്നതെന്ന് ആദ്യമേ കണ്ടെത്തിയാൽ മറ്റ് അപേക്ഷകൾ പൂരിപ്പിക്കുക എളുപ്പമാകും. അപേക്ഷകളിൽ നിയോജകമണ്ഡലം, വാർഡ് കഴിഞ്ഞ് ഭാഗം നമ്പർ എന്ന കാണുന്ന ഭാഗത്ത് ഈ പോളിംഗ് സ്റ്റേഷൻ പേരാണ് ചേർക്കേണ്ടത്. അടുത്തത് പേര് ചേർക്കൽ. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായ പൗരന്മാർക്ക് അഡീഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫോം 4 പൂരിപ്പിച്ച് അപേക്ഷിക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. മറ്റൊരു പഞ്ചായത്തിലോ നഗരസഭയിലോ വോട്ട് ഉണ്ടായിരിക്കുന്നവർക്ക് പുതിയ സ്ഥലത്ത് പേര് ചേർക്കുവാൻ ഈ ഫോം ഉപയോഗിക്കാം. പഴയ സ്ഥലത്തെ വോട്ടറായിരുന്ന കാര്യമോ വോട്ടർ ID നമ്പറോ ഫോമിൽ ചേർക്കാനും സൗകര്യമുണ്ട്. അടുത്തത് വിവരങ്ങൾ തിരുത്തുവാൻ. നിലവിൽ വോട്ടർ പട്ടികയിലുള്ളവർക്ക് വിവരങ്ങൾ തിരുത്തുന്നതിന് കറക്ഷൻസ് എന്ന ഭാഗം തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി ഫോം 6 അപേക്ഷിക്കാം. ഒരു പഞ്ചായത്തിലോ നഗരസഭയിലോ മറ്റൊരു വാർഡിലേക്കോ ഒരു വാർഡിൽ തന്നെ മറ്റൊരു മേൽവിലാസത്തിലേക്കോ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ ട്രാൻസ്പോസിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫോം 7 അപേക്ഷിക്കണം. അടുത്തത് പ്രവാസികളെ എങ്ങനെ ചേർക്കാം? പ്രവാസി അഡീഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പാസ്പോർട്ട് വിവരങ്ങൾ നൽകി അപേക്ഷിക്കാവുന്നതാണ്. ഹിയറിങ്ങിന് നേരിട്ട് ഹാജരാകണം. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അടുത്ത ദിവസങ്ങളിൽ പുരോഗതി അറിയാം. ഡൗൺലോഡ് ഹിയറിംഗ് നോട്ടീസിൽ ഹിയറിങ്ങിനുള്ള സമയം ലഭിക്കും. നോട്ടീസിൽ പറയുന്ന തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകണം. 6 മാസത്തിൽ കൂടുതലുള്ള വാടക കരാർ, 1 വർഷത്തിലേറെയുള്ള LPG കണക്ഷൻ തുടങ്ങിയവ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ കാരണം സ്ഥലത്തില്ല എങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ERO അപേക്ഷ സമർപ്പിച്ചാൽ വീഡിയോ കോൾ സംവിധാനത്തിലൂടെ ഹിയറിംഗ് അനുവദിക്കാമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ EROയുടേതാണ് അന്തിമ തീരുമാനം. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.